എന്തായാലും വിജയ് റൂപാണി ഇതിലുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തത വരികയാണ്. 52 ബ്രിട്ടീഷ് പൗരന്മാരുണ്ടായിരുന്നു. ഒപ്പം രാകേഷ് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ, രാകേഷ് സൂചിപ്പിച്ചതുപോലെ ഒരു മലയാളി അടക്കം അതിലുണ്ടായിരുന്നു. എന്തായാലും ഈ യാത്രക്കാരുടെ കൂടുതൽ വിശദാംശങ്ങൾ, പേരുവിവരങ്ങൾ നമുക്ക് ലഭ്യമാകും ഉടൻ തന്നെ എന്ന് കരുതാം. എന്തായാലും ആ വിവരങ്ങൾ കൂടി നമുക്ക് പുറത്തു വരേണ്ടതുണ്ട്. അപകടം സംബന്ധിച്ച മറ്റ് ചില സാങ്കേതിക സാഹചര്യങ്ങൾ കൂടി വ്യക്തമാകുന്നുണ്ട്. അതായത് 625 അടി മുകളിലെത്തിയതിന് ശേഷമാണ് ഈ അപകടാവസ്ഥയിലേക്ക് വിമാനം മാറിയത് എന്നതാണ്. നേരത്തെ പറഞ്ഞ കണക്കുകളിൽ ചില വ്യത്യാസമുണ്ട്. 625 അടി മുകളിലേക്ക് വിമാനമെത്തി. അതിനുശേഷം ഇത് പിന്നീട് വളരെ വേഗത്തിൽ താഴേക്ക് പതിക്കുകയായിരുന്നു. അങ്ങനെയാണ് ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലേക്ക് വിമാനം താഴേക്ക് വീഴുന്നത് സാഹചര്യം ഉണ്ടായതെന്നാണ്. അതായത് ടേക്ക് ഓഫിന് ശേഷം 625 അടി മുകളിലെത്തിയതിന് ശേഷമാണ് ഈ അപകടം, ഈ വിമാനം താഴേക്ക് യന്ത്ര തകരാറ് മൂലമോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ അത് താഴേക്ക് പറന്ന് വീണ് പിന്നീട് കെട്ടിടങ്ങളിലേക്ക് മുകളിൽ വന്ന് ഇടിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ. ഇതിലൊരു മലയാളി കൂടി യാത്രക്കാരായി ഉൾപ്പെടുന്നു എന്ന വിവരം കൂടി നമുക്ക് പുറത്തു വരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളായി വരുന്നുകൊണ്ടിരിക്കുന്നു. മരണസംഖ്യ ഏറുന്നു എന്നാണ് സാഹചര്യം. കാരണം അത്ര വലിയ അപകടമായി അത് മാറി എന്നതാണ്. രാജ്യം എന്തായാലും ജാഗ്രതയോടുകൂടി ഈ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുകയാണ്. പൊതുജനങ്ങൾക്ക് പ്രത്യേക അഭ്യർത്ഥന നൽകിയിട്ടുണ്ട്. അവിടുന്ന് മാറി നിന്ന് രക്ഷാപ്രവർത്തനത്തിന് സൗകര്യമൊരുക്കണം. 40 മരണം സ്ഥിരീകരിക്കപ്പെടുന്നു. ഔദ്യോഗികമായി തന്നെ കൂടുതൽ നാശനഷ്ടം സംബന്ധിച്ച കണക്കുകൾ പുറത്തു വരാനുണ്ട്. എന്തായാലും ഇതിലെ ക്രൂ ലിസ്റ്റ് അടക്കമുള്ളവരുടെ പേരുകൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സബർവാൾ സുനീത് എന്ന ക്യാപ്റ്റൻ, കുൻദേർ ക്ലെയർ എന്ന ഒപ്പം കോ ക്യാപ്റ്റൻ, മറ്റ് ക്രൂ മെമ്പേഴ്സിൻ്റെ പേരുകൾ ഇങ്ങനെയാണ്: ധവാൻ, ശാരദ, മാധദിക്, അപർണ, ഒപ്പം ചക്രവർത്തി, സൈനിത, അങ്ങനെ അടക്കം ഇങ്ങനെ ഈ ക്രൂ മെമ്പേഴ്സിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം നമുക്ക് ഉടൻ തന്നെ ഈ പൂർണ്ണമായും യാത്രക്കാരുടെ പേരുവിവരങ്ങൾ കൂടി വ്യക്തമായിട്ടുണ്ട്. ആ പേരുവിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ സ്വാഭാവികമായും മലയാളികളോ മറ്റു പ്രധാന വ്യക്തികളോ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഓരോ സീറ്റ് നമ്പറിലും ഉള്ള ആളുകളുടെ വിശദാംശങ്ങൾ കൂടി നമുക്ക് പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ പേരുവിവരങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് വരുമെന്ന് കരുതാം. എന്തായാലും അപകടം വളരെ വലുതാണ്. അതിൻ്റെ തീവ്രത അങ്ങേയറ്റം വലുതാണ് എന്നുകൂടിയാണ് നമുക്ക് വ്യക്തമാവുന്ന കാര്യം. രാകേഷ് പറഞ്ഞതുപോലെ മലയാളികളുടെ പേര് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൻ്റെ പേര് വിവരങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ വരേണ്ടതുണ്ട്. ആരൊക്കെയാണ് അത് എന്ന കാര്യത്തിൽ വരേണ്ടതുണ്ട്. ശ്രദ്ധിക്കുമ്പോൾ വിജയ് റൂപാണിയുടെ പേര് ലിസ്റ്റിൽ കാണാൻ കഴിയുന്നുണ്ടോ? എനിക്ക് പെട്ടെന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ പട്ടികയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓഫീസ് അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാണ് ഗുജറാത്ത് മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് വിജയ് റൂപാണിയുടെ ഓഫീസ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹത്തിന് പരിക്കു പറ്റിയെന്നുകൂടി അവർ സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഗുജറാത്ത് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രവുമല്ല, നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് കഴിഞ്ഞ 6 മാസമായി വിജയ് റൂപാനിയുടെ ഭാര്യ ലണ്ടനിലാണുള്ളത്. അപ്പോൾ അവിടേക്ക് പോയതാകാം വിജയ് റൂപാനി. ഇതുകൂടാതെ ബോർഡിംഗ് പാസ്സൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓഫീസ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കു പറ്റിയിട്ടുണ്ട് എന്ന് ഓഫീസ് തന്നെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഏതായാലും നിലവിൽ ലഭ്യമായ വിവരമനുസരിച്ച് 169 പേർ, 242 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. 230 യാത്രക്കാർ, കൂടാതെ 2 പൈലറ്റുമാർ, വിമാനത്തിലെ മറ്റു ജീവനക്കാരടക്കം 242 പേർ. അതിൽ 169 പേർ ഇന്ത്യക്കാരാണ്. മറ്റുള്ളവർ വിദേശികളാണ്. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് പൗരന്മാരാണ്. ലണ്ടനിലേക്കുള്ള വിമാനമാണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് പൗരന്മാരാണ് എന്നാണ് ഇപ്പോൾ എയർ ഇന്ത്യ അടക്കം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇതിൽ പരമാവധി ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. 40 മരണം ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, ഇത് നിയന്ത്രണം നഷ്ടപ്പെടുകയും അതിനുശേഷം ഇത് മരത്തിൽ തട്ടുകയും ചെയ്തു. ആ ദൃശ്യങ്ങൾ തന്നെ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് അഗ്നിഗോളമായി ഈ വിമാനം മാറുന്നു. മാത്രവുമല്ല, അത് നടക്കുകയും ചെയ്തു. ഈ അപകടം നടന്ന സ്ഥലവും പ്രത്യേകിച്ച് ഒരു ജനവാസ മേഖലയാണ്, പ്രത്യേകിച്ച് ഫ്ലാറ്റുകൾ ഉള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിലുള്ള ആളുകൾ കൂടി അപകടം പറ്റാനുള്ള സാധ്യത കൂടിയുണ്ട്. ദൃശ്യങ്ങൾ വരുന്നതനുസരിച്ച്, അല്ലെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കുന്നതനുസരിച്ച് ഏതാണ്ട് 3-4 ഫ്ലാറ്റുകൾക്കാണ് ഇത്തരത്തിൽ തീ പിടിച്ചിരിക്കുന്നത്. അവിടേക്ക് പുക കടക്കുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ വലിയൊരു അപകടം തന്നെയാണ് സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും നിലവിൽ ലഭിക്കുന്ന പ്രാഥമിക നിഗമനം അനുസരിച്ച് 1:39 ഈ അപകടം നടക്കുന്നത്. കാരണം അഹമ്മദാബാദ് വിമാനത്താവളത്തിലെ
റൺവേ 23-ൽ നിന്നാണ് ഈ വിമാനം പറന്നു വരുന്നത്. ഏതാണ്ട് പറന്നു വരുന്ന തൊട്ട് പിന്നാലെ ഇത്തരത്തിൽ അപായ സൂചന മെയ്ഡേ കോൾ ലഭിച്ചിരിക്കുന്നു എയർ ട്രാഫിക് കൺട്രോൾ റൂമിന്. സ്വാഭാവികമായും ഇത്തരത്തിൽ അറിയിപ്പൊക്കെ തന്നെ ലഭിക്കാറുള്ളത് ഏതെങ്കിലും തരത്തിൽ അപകടം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അപകട സാധ്യത ഉള്ളപ്പോഴാണ്. പക്ഷേ അതിനുശേഷം ഒരു അറിയിപ്പും വിമാനത്തിൽ നിന്നുണ്ടായില്ല എന്ന് മാത്രമല്ല വിമാനവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്നുകൂടി എയർ ട്രാഫിക് കൺട്രോൾ റൂം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെ ഈ വിമാനം അപകടത്തിൽപ്പെടുകയും ചെയ്തു. വിമാനത്താവളത്തിൽ നിന്ന് ഏതാണ്ട് അത്ര അകലില്ലാത്ത സമീപ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലയിൽ തന്നെ അപകടത്തിൽപ്പെടുകയും ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായും ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. കാരണം അവിടെ കൂടുതൽ ആളുകളെ പരമാവധി ആളുകളെ ഇത്തരത്തിൽ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഏതായാലും നിലവിൽ രക്ഷപ്പെടുത്തിയ ആളുകളൊക്കെ തന്നെ നഗരത്തിലെ വിവിധ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മാത്രമല്ല തീ ഒരുവിധം നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്ന പ്രതികരണം കൂടി ഇപ്പോൾ NDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ തന്നെ ഭാഗത്തുനിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഏതായാലും കൂടുതൽ ആളുകളെ ജീവൻ രക്ഷിക്കുക എന്നതിനാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മുൻഗണന നൽകുന്നതെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരും പോലീസും ഒക്കെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. സജിത്ത്. 40 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. രാജ്യം കണ്ട വലിയ ഒരു വിമാന ദുരന്തമായി ഇത് മാറുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും അഹമ്മദാബാദിലെ വിമാനത്താവളത്തിൽ നിന്നും 1:38 ഉച്ചയ്ക്ക് 1:38 ലണ്ടൻ ലക്ഷ്യമായി പറന്നുയർന്ന വിമാനം എയർ ഇന്ത്യ വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. പറന്നുയർന്ന് 5 മിനിറ്റിനുള്ളിൽ തന്നെ തകർന്നു വീണു എന്നതാണ് സാഹചര്യം. 675 അടി മുകളിൽ നിന്നും വിമാനം താഴേക്ക് പതിച്ചു. അപകട കാരണം എന്താണ്? അപകടത്തിന് ഇടവെച്ച സാഹചര്യം എന്തായിരുന്നു? 169 ഇന്ത്യൻ പൗരന്മാരാണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് സ്വദേശികളും ബ്രിട്ടീഷ് പൗരന്മാരും 52 ബ്രിട്ടീഷ് പൗരന്മാരും ഉൾപ്പെട്ടിരുന്നു ഈ യാത്രാ സംഘത്തിലെന്ന വിവരം കൂടി വരുന്നുണ്ട്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അപകടത്തിന് ഇടവെച്ച സാഹചര്യം എന്താണ്? എന്തുകൊണ്ട് ഈ അപകടം സംഭവിച്ചു എന്ന നിരവധി ചോദ്യങ്ങളാണ്. ജനവാസ മേഖലയ്ക്ക് മുകളിലേക്ക് വിമാനം ഇടിച്ചിറങ്ങുകയാണ് ചെയ്തത്. അതാണ് ഇത്ര വ്യാപ്തിയുള്ള ഒരു വലിയ അപകടമായി ഇത് മാറുന്നത്. നിലവിൽ 40 മരണം സ്ഥിരീകരിക്കപ്പെടുന്നു. കൂടുതൽ മരണമുണ്ടായേക്കാം. കാരണം മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട്. നാശനഷ്ടങ്ങൾ അത്ര വലുതാണ്. രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതാണിപ്പോൾ അവിടുത്തെ സാഹചര്യം. അത് മുന്നോട്ട് പോവുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത തികച്ചും അപ്രതീക്ഷിതമായൊരു വിമാന ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം പറന്ന് ഉയർന്ന് ഉടൻ തന്നെ ഇത്തരം വലിയൊരു അപകടത്തിന് ഇടവെച്ചു എന്നത് തന്നെയാണ് ഞെട്ടിക്കുന്ന സാഹചര്യമുണ്ടായത്. വളരെ വേഗത്തിൽ വളരെ വലിയ തരത്തിലുള്ള ദുരന്തം കൂടമായി മാറുകയാണ്. ബോയിങ് വിമാനമാണ് തകർന്നു വീണത്. ഇതിനിടയിൽ ചില മറ്റു വാർത്തകൾ കൂടി വരുന്നുണ്ട്. ബോയിങ്ങിൻ്റെ ഷെയർ മാർക്കറ്റിൽ വലിയ തകർച്ച ഉണ്ടാകുന്നു. 7.5% തകർച്ച രേഖപ്പെടുത്തുന്നു എന്നതാണ് സാഹചര്യം. ഇന്ത്യയിലെ ഈ വിമാന അപകടം ബോയിങ്ങിന് വലിയ തരത്തിൽ അവരുടെ ഷെയർ മാർക്കറ്റിൽ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എയർ ഇന്ത്യയുടെയും ഔദ്യോഗികമായ ചില സ്ഥിരീകരണങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഞെട്ടിക്കുന്ന സാഹചര്യം തന്നെയാണ്. രാജ്യം അങ്ങേയറ്റം നടുങ്ങി നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ അപകടത്തിന് ഇടവെച്ചത് എന്ന സാഹചര്യം. അല്പസമയത്തിനുള്ളിൽ തന്നെ അമിത്ഷാ അവിടേക്ക് യാത്ര തിരിക്കും. 5 മണിയോടുകൂടി അഹമ്മദാബാദിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലാണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം. രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു, ഞെട്ടൽ രേഖപ്പെടുത്തുന്നു.